നമസ്കാരം. 2025 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലോകത്തേക്ക് സ്വാഗതം. ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI, ഒരു വലിയ തരംഗം തന്നെ സൃഷ്ടിക്കുകയാണ് അല്ലേ? തീർച്ചയായും. നമ്മൾ കാണുന്ന ഈ പരസ്യം ചെയ്യൽ, ഉള്ളടക്കമുണ്ടാക്കൽ, ഇതിലൊക്കെ AI വലിയ രീതിയിൽ ഇടപെടുന്നുണ്ട്. അതെ, ഈ അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡ്, മൈക്രോസോഫ്റ്റ് ഡിസൈനർ, പിന്നെ കാൻവ, ഇതൊക്കെ ഇപ്പോൾ കൂടുതൽ സ്മാർട്ടായി വരുന്നു. അതുപോലെ റൺവേ ML പോലുള്ള വീഡിയോ ടൂളുകൾ, ശരിക്കും പറഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ അടിപൊളി വിഷ്വൽസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഈ വേഗത തന്നെയാണ് ഏറ്റവും വലിയ മാറ്റമെന്ന് തോന്നുന്നു. ശരിയാണ്. പണ്ട് മാസങ്ങൾ എടുത്തിരുന്ന ജോലികള് ഇപ്പോൾ ചിലപ്പോൾ മണിക്കൂറുകൾ മതി. ഒരു സോഡാ കുപ്പിയെ ഡാൻസ് കളിപ്പിക്കുന്ന ഒരു പരസ്യം പെട്ടെന്നുണ്ടാക്കാമെന്ന് പറയുമ്പോൾ അത് സ്റ്റാർട്ടപ്പുകൾക്ക് വലിയൊരു കാര്യമാണ്. അവർക്ക് വലിയ കമ്പനികളോട് മത്സരിക്കാൻ ഇത് സഹായിക്കും. അതെ, ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്നൊക്കെ പറയില്ലേ? ഏതാണ്ട് അതുപോലെ. പക്ഷേ ഒരു കാര്യമുണ്ട്. എന്താണത്? എല്ലാവരുടെയും കയ്യിൽ ഒരേപോലത്തെ ടൂൾസ് വന്നാൽ പിന്നെ എങ്ങനെ നമ്മൾ വ്യത്യസ്തരാകും? അതാണ് ചോദ്യം. അതൊരു പ്രധാന പോയിന്റാണ്. വിഷ്വൽസ് ഉണ്ടാക്കാൻ AI സഹായിക്കും. Leonardo.ai, Play.ht ഒക്കെ റിയലിസ്റ്റിക് ചിത്രങ്ങളും ശബ്ദങ്ങളും ഉണ്ടാക്കും. പക്ഷേ അതിലെ കഥ, ആ ഒരു ഫീൽ, അതെവിടെ നിന്ന് വരും? കൃത്യം. AI ഒരു ടൂളാണ്, ശരിക്കും പറഞ്ഞ ഒരു അടിപൊളി സഹായി. പക്ഷേ എന്തു പറയണം, എങ്ങനെ പറയണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. മനുഷ്യന്റെ ഭാവനയാണ്. ഒരു കിടിലൻ ആനിമേഷൻ കണ്ടെന്നു വരും, പക്ഷേ ഓർമ്മയിൽ നിൽക്കുന്നത് അതിലെ തമാശയോ അല്ലെങ്കിൽ ആ ഒരു സാംസ്കാരികമായ ഒരു കണക്ഷനോ ആയിരിക്കും, അല്ലേ? തീർച്ചയായും. Polo.ai, Qwen.ai ഒക്കെ ടെക്സ്റ്റിനെ ചിത്രമാക്കാനും നല്ല സ്വാഭാവികമായ സംഭാഷണം ഉണ്ടാക്കാനും സഹായിക്കും. പക്ഷേ ആശയമില്ലെങ്കിൽ? അതെ, ആശയമില്ലെങ്കിൽ എത്ര മിനുക്കിയാലും കാര്യമില്ല. ഡിജിറ്റൽ ലോകത്ത് അത് പെട്ടെന്ന് മുങ്ങിപ്പോകും. അപ്പോ AI ഈ ടെക്നിക്കൽ ഭാരം കുറയ്ക്കുമ്പോൾ, റെൻഡറിംഗ്, എഡിറ്റിംഗ് ഇതൊക്കെ എളുപ്പമാക്കുമ്പോൾ മാർക്കറ്റർമാർക്ക് കൂടുതൽ സമയം കിട്ടുന്നു. എന്തിന്? തന്ത്രപരമായ കാര്യങ്ങൾക്ക്. അതായത് ഉപഭോക്താവിനെ ശരിക്കും മനസ്സിലാക്കാൻ. അതെ, അവരുമായി ഒരു വൈകാരിക ബന്ധമുണ്ടാക്കുന്ന കഥകൾ പറയാൻ. എന്തുകൊണ്ട് ഈ ഉൽപ്പന്നം അല്ലെങ്കിൽ ഈ സേവനം അവർക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ. ഉപഭോക്താക്കൾ വെറും പരസ്യമല്ലല്ലോ തേടുന്നത്. അല്ല, അവർക്ക് അനുഭവങ്ങളാണ് വേണ്ടത്. അവരെ ആകർഷിക്കുന്ന, ഓർത്തുവെക്കുന്ന എന്തെങ്കിലും. അപ്പോ വെല്ലുവിളി അതാണ്. എല്ലാവർക്കും ഒരേ ടൂൾസ് ഉള്ളപ്പോ എങ്ങനെ വേറിട്ട് നിൽക്കാം? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യന്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി വരുന്നത്. അൽഗോരിതം ചിലപ്പോൾ തിരിച്ചറിയില്ലായിരിക്കും. ഒരു പ്രത്യേക തമാശ അല്ലെങ്കിൽ ഒരു ഓർമ്മയുണർത്തുന്ന ചിത്രം, ചിലപ്പോൾ ഒരു ചെറിയ ഭാവം, ഇതൊക്കെയാണ് വ്യത്യാസമുണ്ടാക്കുന്നത്. ശരിയാണ്. സാങ്കേതിക വിദ്യയും ഈ മനുഷ്യന്റെ കഴിവും തമ്മിൽ ചേരണം. അതെ, അതാണ് പ്രധാനം. AI ഒരുപാട് സാധ്യതകൾ തരുന്നുണ്ട്. അൺറിയൽ എഞ്ചിനൊക്കെ വെച്ച് സിനിമ പോലത്തെ ദൃശ്യങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ അതിനെ അർത്ഥവത്താക്കുന്നത് നമ്മുടെ സർഗാത്മകതയാണ്. അപ്പോ AI ഒരു പകരക്കാരനായല്ല. അല്ല, ഒരു പങ്കാളിയായി കാണണം, ഒരു സഹപ്രവർത്തകനായി. Luma.ai പോലുള്ള പുതിയ ടൂളുകൾ 3D മോഡലുകൾ വരെ എളുപ്പമാക്കുന്നു എന്ന് കേട്ടു. ശരിയാണ്. ടെക്നോളജി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിലാണ് കാര്യം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ AI ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ അടിമുടി മാറ്റുന്നുണ്ട്, വേഗതയും കാര്യക്ഷമതയും കൂട്ടുന്നു. പക്ഷേ ആത്യന്തികമായി വിജയിക്കുന്നതാരായിരിക്കും? ടെക്നോളജി ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നവർ മാത്രമല്ല, അതിനൊപ്പം ശക്തമായ ആശയങ്ങളും നല്ല കഥ പറച്ചിലും ആ ഒരു മാനുഷികമായ ഒരു ടച്ചുമുള്ളവരായിരിക്കും. അതെ, ഏറ്റവും മികച്ച ക്യാമ്പയിനുകൾ എപ്പോഴും ഈ രണ്ടിന്റെയും ഒരു മിശ്രണമായിരിക്കും. ടെക്നോളജിയും മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയും. ടെക്നോളജി സ്റ്റേജ് ഒരുക്കും, പക്ഷെ തിരക്കഥ എഴുതുന്നത് നമ്മളാണ്. ഓർക്കേണ്ട ഒരു കാര്യം, അൽഗോരിതത്തെ തൃപ്തിപ്പെടുത്തുന്നതിനപ്പുറം മനുഷ്യന്റെ ആത്മാവിനെ തൊടുന്ന കഥകൾക്കാണ് എപ്പോഴും നിലനിൽപ്പുണ്ടാവുക. തീർച്ചയായും. അപ്പോ കേൾക്കുന്നവർക്കായി ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചിന്ത. ഈ AI ടൂളുകൾ തരുന്ന ഈസിയായ വഴികൾ ഒരു വശത്ത്, മറുവശത്ത് ആഴത്തിലുള്ള മാനുഷിക ബന്ധങ്ങളുടെ, ആ തനതായ ചിന്തയുടെ ആവശ്യം. ഇത് രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ നിങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്യും?